السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه فائزين برضا الله أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم صدق الله العلي العظيم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സീതവർഗനെ, മറ്റൊരു ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാദാത്യങ്ങളെ, ഉലമാക്കളെ, അറിവിന്റെ പുലരിയിലേക്ക് ഒരു ഇസ്ലാമിക കവാടം എന്ന ഈ മഹത്തായ ദീനി കുടുംബത്തിലെ ബഹുമാന്യരായ അംഗങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കാൻ പോകുന്നതൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുൽഹിജ്ജ മാസം നമ്മിൽ നിന്നും വിട പറയുകയാണ്. ദുൽഹിജ്ജ മാസത്തിന്റെ അവസാന ദിവസങ്ങളിലാണ് നാം നിലകൊള്ളുന്നത്. ഇനി വരാനിരിക്കുന്ന ഒരു മാസമുണ്ട്, വളരെ പവിത്രമായ മാസമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ 4 മാസങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അർബഅത്തുൽ ഹുറും, പവിത്രമായ 4 മാസങ്ങളുണ്ട്. തലാഖത്തുൻ തവാലിയ, തുടർച്ചയായ 3 മാസങ്ങൾ അതിൽപ്പെട്ടതാണ്. തുടരെയുള്ള 3 മാസങ്ങൾ, ഒരു മാസം അത് കഴിഞ്ഞ അടുത്ത മാസം, അത് കഴിഞ്ഞ അടുത്ത മാസം, അങ്ങനെ തുടരെ 3 മാസങ്ങളും പിന്നെ ഗ്യാപ്പിട്ടിട്ടുള്ള മറ്റൊരു മാസവും, അങ്ങനെ ടോട്ടൽ 4 മാസങ്ങൾ വളരെ പവിത്രമായതാണെന്ന് ഹദീസുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ മാസം? ഒന്ന് ദുൽഖഅദ മാസമാണ്. ആ മാസം നമ്മിൽ നിന്നും കഴിഞ്ഞുപോയി. രണ്ടാമത്തത് ദുൽഹിജ്ജ മാസമാണ്. ആ മാസത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. ആ മാസം ഏകദേശം നമ്മിൽ നിന്നും വിട പറയാനായി. മൂന്നാമത്തെ മാസമാണ് ശഹ്റുല്ലാഹിൽ മുഹറം. മുഹറം മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ നിന്നും പലതിനെയും പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ കൂട്ടത്തിൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാമിന് പ്രത്യേകമായ ഒരു പദവി കൊടുത്തിട്ടുണ്ടല്ലോ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അംബിയാ മുർസലീങ്ങൾക്ക് പ്രത്യേക പദവി കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് അംബിയാ മുർസലീങ്ങളിൽ നിന്നും അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെയാണ് ഭൂമിയിൽ പരന്നു കിടക്കുന്ന സ്ഥലങ്ങളിൽ അല്ലാഹുവിന്റെ പള്ളികൾ നിലകൊള്ളുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 12 മാസങ്ങളിൽ നിന്നും അല്ലാഹു പ്രത്യേകമായി പരിഗണിച്ച, അല്ലാഹു ആദരിക്കാൻ വേണ്ടി പറഞ്ഞ മാസങ്ങളുണ്ടല്ലോ. ആ മാസങ്ങൾക്കും പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെയാണ് ദിവസങ്ങൾ. 7 ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് പ്രത്യേകതയുണ്ടല്ലോ. ഓരോ രാത്രികൾക്കിടയിൽ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിക്ക് അല്ലാഹു പ്രത്യേകത നൽകിയിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ട നിങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിനെ ആദരിക്കുകയും ആ അല്ലാഹു ആദരിച്ചതിനെ നാം ആദരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈമാന്റെ ഭാഗമാണ്. അല്ലാഹു തആലീം ചെയ്തതിനെ, ആദരിച്ചതിനെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. നമ്മളോടുള്ള ആജ്ഞയാണ്, കൽപ്പനയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ നിലക്കും ആ മാസത്തെ വരവേൽക്കാൻ, അതിനെ സ്വീകരിക്കാൻ, അതിനെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ നമ്മൾക്ക് തയ്യാറാവേണ്ടതുണ്ട്.
നിന്റെ ദിനരാത്രങ്ങൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ടതിന്റെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഓരോ വർഷവും തുടങ്ങുന്നത്, പ്രത്യേകിച്ചും അറബി വർഷം തുടങ്ങുന്നത്, ഹിജ്റ വർഷം തുടങ്ങുന്നത് മുഹറം മാസം മുതൽക്കാണല്ലോ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മുഹറം മാസം വരുമ്പോഴും പുതുവർഷം വരികയാണ്. ഹിജ്റ കലണ്ടർ പ്രകാരം വർഷം ആരംഭിക്കുന്നത് മുഹറം മാസം കൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മുഹറം മാസം വരുമ്പോഴും യാ അല്ലാഹ്, ഒരു വർഷം നിന്നും കഴിഞ്ഞു പോയല്ലോ, പുതിയൊരു വർഷം കടന്നു വരികയാണല്ലോ എന്ന ചിന്ത അവന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകണം. മുഹറം മാസത്തിൽ നല്ല തീരുമാനങ്ങളെടുത്ത് വരുന്ന വർഷം നല്ല ഉഷാറാക്കാൻ വേണ്ടിയിട്ട് നാം തയ്യാറാവേണ്ടതുണ്ട്. മഹാനവറുകൾ പറയുന്നുണ്ട്, ഒരു വർഷത്തിന്റെ ആരംഭമാണ് മുഹറം എന്നുള്ളത്. അതുകൊണ്ട് മുഹറം മാസം നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത്, നന്മക്ക് വേണ്ടി മാസത്തെ വിനിയോഗിക്കുക എന്നുള്ളത് ആ വർഷം മുഴുവനും അല്ലാഹുവിന്റെ ബർക്കത്തുണ്ടാവാൻ കാരണമാകുന്നു. ആ വർഷം മുഴുവനും അള്ളാഹുവിന്റെ കാരുണ്യം അവന് ലഭിക്കാൻ, അള്ളാഹുവിന്റെ നോട്ടം അവന് ലഭിക്കാൻ, അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത് അവനിക്ക് ലഭിക്കാൻ അത് കാരണമാകുമെന്ന് ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു ചെയ്യുമാറാകട്ടെ. നിങ്ങളെ അതുപോലെ തന്നെയാണ് മുഹറം മാസത്തിലുള്ള നോമ്പ് വലിയ ശ്രേഷ്ഠതയുണ്ട്. മുഹറം മാസം മുഴുവനായും നോമ്പ് നോൽക്കൽ സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. സൗമു ശഹരി കുല്ലുഹു സുന്ന, മുഹറം മാസം മുഴുവനും നോമ്പ് നോൽക്കൽ സുന്നത്താണ്. എന്നാൽ ആ മുഹറം മാസത്തിൽ നിന്നുള്ള ആദ്യത്തെ 10 ദിവസങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്തുൽ മുഅക്കദ, വളരെ ശക്തിയേറിയ സുന്നത്താണെന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആദ്യത്തെ 10 ദിവസം, മുഹറത്തിന്റെ ആദ്യത്തെ 10 ദിവസം നോമ്പെടുക്കുക എന്നത് മുഅക്കദായ സുന്നത്താണ്. സ്ത്രീകളൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും മുഹറം മാസം നല്ലോണം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട മാസമാണ്. അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹി മുഹറം എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ നോമ്പ് നോൽക്കാൻ ഏറ്റവും കൂടുതൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസങ്ങളിൽപ്പെട്ട മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം എന്നുള്ളത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ ഖളാ ആയിപ്പോയ നോമ്പൊക്കെ ഉണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊക്കെ ഈ പറയുന്ന മാസത്തിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ സുന്നത്തായ നോമ്പിന്റെ കൂലി നിൽക്കും, അതോടുകൂടെ ഖളാ ആയ നോമ്പ് മൂടുകയും ചെയ്യും. ചെയ്യുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, എന്നാൽ അതിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട 2 ദിവസങ്ങളുണ്ട്. ഒരാൾക്ക് ശാരീരികമായി മാസം മുഴുവൻ നോമ്പെടുക്കാൻ കഴിയില്ലെങ്കിൽ ആദ്യത്തെ 10 ദിവസമെങ്കിലും അവൻ നോമ്പെടുക്കണം. ഇനി അതിനും അവന് കഴിഞ്ഞില്ലെങ്കിലോ ഈ മാസത്തിലെ 2 ദിവസങ്ങളുണ്ട്. ദുൽഹിജ്ജ 9-ന്റെയും 10-ന്റെയും ദിവസങ്ങൾ. ദുൽഹിജ്ജ 9-ന്റെയും 10-ന്റെയും ദിവസങ്ങൾ. ആ ദിവസം ഏകദേശം ഈ മാസം 15-ാം തീയതിയാണ് അല്ലേ? ഈ മാസം ഏകദേശം 24, 25 അല്ലെങ്കിൽ 25, 26 ഈ 2 തീയതികളിലായിരിക്കും. അതുകൊണ്ടും നിങ്ങളെ ഈ മാസത്തിൽ മുഴുവനായി നോമ്പെടുക്കാൻ കഴിയാത്തവർ, 10 ദിവസവും നോമ്പെടുക്കാൻ കഴിയാത്തവർ ഈ 2 ദിവസങ്ങൾ മുഹറം 9-ന്റെയും 10-ന്റെയും ദിവസങ്ങളോ ഒരു കാരണവശാലും നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. അത്രയേറെ ശക്തിയോടെ സുന്നത്തുള്ള നോമ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിൽ വന്നപ്പോൾ അവിടുത്തെ യഹൂദികളൊക്കെ മുഹറം 10 ദിവസം നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ യഹൂദികളോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ബനൂ ഇസ്രായേലുകാരിൽ നിന്നും മൂസാ നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10 നമ്മൾ നോമ്പെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, യഹൂദികളെക്കാൾ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം
ബഹുമാനപ്പെട്ട നബി മൂസാ നബി അലൈഹിസ്സലാമിനോട് ഏറ്റവും ബന്ധപ്പെട്ടവരും ഏറ്റവും അടുപ്പമുള്ളവരും നമ്മളാണ്, മുസ്ലിങ്ങളായ നമ്മളാണ്. നമ്മുടെ നബിയാണ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. അതുകൊണ്ട് ഈ മുഹറം 10 ദിവസം നമ്മളൊന്നും നോമ്പെടുക്കണം. മാത്രമല്ല യഹൂദികളോട് തുല്യമാവാതിരിക്കാൻ നിങ്ങൾ മുഹറം 9 അന്നുകൂടി നോമ്പ് നോക്കണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താ ഈ നോമ്പ് വെച്ചാൽ കിട്ടുന്ന കൂലി? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ട മുഹറം 10 നോമ്പിനെ പറ്റി ചോദിച്ചപ്പോ തുടർന്ന് മറുപടി പറഞ്ഞു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ ഈ മുഹറം മാസത്തിലുള്ള മുഹറം 10 അന്നത്തെ നോമ്പ് മതിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സ്വഹാബാക്കളൊക്കെ ആ വിഷയം നല്ലോണം ശ്രദ്ധിച്ചിരുന്നത് കുഞ്ഞുങ്ങളെ. സ്വഹാബാക്കളെ ചെറിയ കുട്ടികളോട് പോലും കാലത്ത് സ്വഹാബത്ത് നസൂമുഹു വനുസവ്വിമു സിബിയാനഹും സിഗാർ, ചെറിയ കുട്ടികളോട് പോലും അന്നേ ദിവസം നോമ്പെടുപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. എത്രത്തോളം ബഅദുൽ മുറാബിഈ സമനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനൂ ലാ യദഉന ഫീ യൗമി ആശൂറാ. എത്ര ഗൗരവമുള്ള വിഷയമാണ് പറയുന്നത്, എത്ര ഗൗരവമുള്ള വിഷയം. മുഹറം 10 പകലിൽ പാലുടിക്കുന്ന കുട്ടികൾക്ക് അന്ന് ഉമ്മമാർ പകല് സമയത്ത് പാല് പോലും കൊടുക്കാറുണ്ടായിരുന്നില്ല മുഹറം 10 അന്ന് എന്ന് ചരിത്രങ്ങളിൽ കാണാം. ഏത് കാലത്ത്? ഈ സവരിന്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കാലത്ത് അവരെ പകല് സമയങ്ങളിൽ മുഹറം 10 ദിവസത്തിൽ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. പല ജീവികളുടെയും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. മുഹറം 9 നോമ്പും അപ്രകാരം തന്നെയാണ്. മുഹറം 10 നോമ്പിനെ പോലെ തന്നെ മുഹറം 9 നോമ്പും അങ്ങനെ തന്നെയാണ്. മുഹറം 10 ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കുകയും നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. എന്നാൽ മുഹറം 9 ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തിട്ടില്ല. പക്ഷെ നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. وإذا كان العام المقبل إن شاء الله سن اليوم التاسع, വരുന്ന വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9 നോമ്പെടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9 നോമ്പെടുക്കുമെന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു വർഷം ഹബീബായ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ മുഹറം 9 നോമ്പെടുക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുന്നത്തുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ മുഹറം 10 ദിവസത്തില് തന്റെ കുടുംബക്കാർക്ക് ഒരു വിശാലത ചെയ്തു കൊടുക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ്. ആ പിഷ്കത്തിനൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു തൗസിഅത്ത് ചെയ്തു കൊടുക്കുക, ഒരു വിശാലത ചെയ്തു കൊടുക്കുക, നല്ല വിഭവങ്ങളൊക്കെ വീട്ടിൽ തയ്യാറാക്കുക, അത് വലിയ പുണ്യ കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, മൻ ഔസഅ അലാ ഇയാലിഹി വഅഹ്ലിഹി യൗമ ആശൂറാ, ആരെങ്കിലും തന്റെ ആശ്രിതരുടെ മേലിൽ തന്റെ കുടുംബത്തിന്റെ മേലിൽ മുഹറം 10 ദിവസം വിശാലത ചെയ്തു കൊടുത്താൽ അല്ലാഹു അലൈഹി സഅീറ സനതിഹി, ആ വർഷം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റിസ്ഖിൽ വിശാലത ചെയ്തു കൊടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹറത്തിന്റെ ദിവസം വീട്ടുകാർക്കും പിന്നെ തന്റെ ആശ്രിതരായ ആൾക്കാർക്കും ഭാര്യക്കും മക്കൾക്കൊക്കെ ഒരു വിശാലമായ രീതിയിൽ നല്ല വിഭവങ്ങളൊക്കെ കൊടുത്ത് പിഷ്കത്തിനൊക്കെ മാറ്റിവെച്ച് നല്ല ഒന്ന് ഉഷാറാക്കിയവർക്ക് വിഭവങ്ങൾ ഒരുക്കി കൊടുത്താൽ എല്ലാ നിലക്കും അങ്ങനെ വിഭവങ്ങൾ ഒരുക്കി കൊടുത്താൽ ആ വർഷം മുഴുവനും അല്ലാഹു അവർക്ക് എല്ലാ നിലക്കും വിശാലത ചെയ്തു കൊടുക്കും. അവന്റെ റിസ്കിലും സമ്പത്തിലും അവന്റെ ഏർപ്പാടുകളിലൊക്കെ അല്ലാഹു എല്ലാ നിലക്കും ഹൈറും ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കാൻ അത് കാരണമാണെന്ന് ബൈഹഖി ഉദ്ധരിച്ച ഒരു ഹദീസിൽ
ആ ദിവസം നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനുഭാവന്റെ ചരിത്രം പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദുൽഹിജ്ജ മാസം, ഈ മാസത്തിന്റെ അവസാന സമയങ്ങളിലാണ് ബഹുമാനപ്പെട്ടവർക്ക് സുബ്ഹ് ജമാഅത്തിൽ പങ്കെടുക്കെ ഒരു ആക്രമണം ഏൽക്കുകയും കുത്തേൽക്കുകയും ഈ ലോകത്തിൽ വിട പറയുകയൊക്കെ ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവനോടുകൂടെ നമ്മയും സുഖത്തിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെയാണ് കേരളക്കരയിൽ ഉമറുണ്ടായിരുന്നു. വെളിയങ്കോട് ഉമർ ഖാദി യാ അല്ലാഹ് ബഹുമാനിയുടെ ഉറൂസൊക്കെ നടക്കുന്ന മാസമാണ്. എല്ലാ ആളുകളൊക്കെ അവിടുന്ന് സിയാറത്തിന് പോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് വകാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു യഖൂൽ, അവിടുന്ന് പറയാറുണ്ടായിരുന്നു, അക്തിറൂ ഖൈറൻ ബികും ഫീ ലൈലത്തി ആശുറാ ഔ യൗമിഹി, മുഹറം 10 ദിവസത്തിന്റെ രാവിലും പകലിലും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഖൈർ അധികരിപ്പിക്കുക, എല്ലാ നിലക്കും നല്ല ഖൈർ അധികരിപ്പിക്കുക. വസ്സിഉ ഫീഹി അലാ അഹാലിക്കും ബിമാ യഹീൽ, അല്ലാഹു നിങ്ങൾക്ക് അനുവദനീയമാക്കി തന്നതിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിന്റെ മേലിൽ വിശാലത ചെയ്തു കൊടുക്കുകയും ചെയ്യുക. ഫമല്ലം യജിദ്, ഇനി ഒരാൾക്ക് അങ്ങനെ ഉഷാറാക്കി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും മറ്റൊരു ഒരു സാമ്പത്തികമായോ മറ്റോ അവന്റെ സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കമായിട്ടില്ല, ഒരാൾക്ക് അതിന് കഴിയില്ല, എന്നാലോ അവനവന്റെ കുടുംബക്കാരോട് നല്ല രീതിയിൽ പെരുമാറിക്കൊള്ളട്ടെ, അവന്റെ പെരുമാറ്റം നന്നായിക്കൊള്ളട്ടെ. സാധാരണ ദിവസങ്ങളിൽ ഉള്ളതിനേക്കാളും സ്നേഹവും വാത്സല്യവും അന്നേ ദിവസം അവൻ തന്റെ വീട്ടിലുള്ള പറാപത്തിന് കുടുംബക്കാരോടൊക്കെ പെരുമാറുന്നതിൽ പുലർത്തട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. നിങ്ങളെ മാത്രമല്ല, ഇനിയോ അവനോട് അക്രമം കാണിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതോ ഒരു സാഹചര്യത്തിൽ ദേഷ്യപ്പുറത്ത് പെരുമാറിപ്പോയതിന്റെ പേരിൽ മിണ്ടാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മറ്റെന്തോ നിലയ്ക്ക് ഇവനോട് അക്രമം കാണിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർക്കെല്ലാം ഇവൻ അഫ്വ ചെയ്തു കൊടുക്കുകയും ചെയ്യട്ടെ, എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കട്ടെ. സാമ്പത്തികമായി ഒരാളിൽ നിന്നും എത്രയോ തുക ലഭിക്കാനുണ്ട്, കഴിയുമെങ്കിൽ അത് അഫ്വ ചെയ്തു കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. എന്നാൽ ആ വർഷം മുഴുവനും അല്ലാഹു നിങ്ങൾക്ക് തൗസിഅത്ത് ചെയ്തു തരുമെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് സംഭവത്തിലൂടെ വിവരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ നിന്ന് നമുക്കത് വ്യക്തമായ കാര്യവുമാണ്. അല്ലാഹു ഹദീറൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു വർഷം വരുന്ന സമയത്ത് സത്യവിശ്വാസിയുടെ മനസ്സിലേക്ക് അല്ലാഹ് എൻ്റെ ആയുസ് കഴിഞ്ഞു പോയല്ലോ, ഒരു വർഷം വരികയാണല്ലോ എന്ന ചിന്ത വരും. എന്നാൽ ഇനിയും കുറച്ച് സാഹചര്യങ്ങളൊക്കെ നന്നായിട്ട് കുറച്ചൊരു കാലമൊക്കെ കഴിയട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളും മാറട്ടെ, നമുക്ക് നന്നാവാം, നല്ലൊരു തൗബയൊക്കെ ചെയ്ത് നല്ല മക്കൾക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ആ കരുതൽ വെറുതെയാണ്. അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ്. എന്തുകൊണ്ട്, എന്തേ ഞാനങ്ങനെ പറയാൻ കാരണം, ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് തുടങ്ങിയ ആളുകൾ കടന്നു വരുന്നുണ്ട്. യാ അല്ലാഹ്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാരിൽ വളരെ പ്രധാനിയാണല്ലോ ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു മാലിക് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായിരുന്നു, സേവകനായി ജോലി ചെയ്തിട്ടുണ്ട്, ഒപ്പം ഇങ്ങനെ നടന്നിട്ടുണ്ട് സദാസമയം. അങ്ങനത്തെ ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഷഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന് വിട പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ കുറച്ച് ആളുകൾ മഹാനുഭാവന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, യാ അനസ് ഇബ്നു മാലിക്, ബഹുമാനപ്പെട്ട അനസ് തങ്ങളെ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? വല്ലാത്ത കുഴപ്പവും ഇത്രയും പിടിച്ച കാലാണല്ലോ നമ്മളിപ്പോൾ ഉള്ളത്. തങ്ങളുടെ കാലശേഷം എന്തൊക്കെ ഫസാദാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞപ്പോ
ബഹുമാനപ്പെട്ടവർ ഞങ്ങളോട് പറഞ്ഞത് ഇസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുക. فإنه لا يأتي عليكم زمان إلا الذي بعده شر منه. ഈ വർഷത്തെക്കാളും മോശമായ വർഷമാണ് ഇനി വരാനുള്ളത്, അതിനേക്കാളും മോശമായ വർഷമാണ് ഇനി വരാനുള്ളത്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും അത് 1-ാം നൂറ്റാണ്ടിലാണ് ബഹുമാനപ്പെട്ട അനസ്തങ്ങൾ അത് പറഞ്ഞിട്ടുള്ളത്. അനസ്തങ്ങൾ വെറുതെ പറഞ്ഞതല്ല, ഇന്നത്തെ മഹാനുഭാവൻ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഈ കാതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓരോ വർഷം കഴിയുമ്പോഴും മോശമായ കാലങ്ങളിൽ കഴിഞ്ഞ വർഷത്തെക്കാളും വിശാലമായ ഒരു വർഷം ഉണ്ടാവില്ല. എല്ലാവർക്കും പ്രത്യേകിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ, ദീർഘമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞിരിക്കും. എല്ലാവർക്കും കുഴപ്പങ്ങൾ ഇങ്ങനെ അധികരിച്ചു വരുന്ന കാലം, ആ ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ നമ്മുടെ ഹൃദയമൊക്കെ ശുദ്ധീകരിച്ച് റബ്ബിലേക്ക് പൂർണ്ണമായും മടങ്ങേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇനി വരാനിരിക്കുന്ന വർഷം, മുഹറം മാസം കൊണ്ട് തുടങ്ങുന്ന ആ വർഷം നല്ല രീതിയിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഈമാൻ അനുഗ്രഹിച്ച് തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ നൽകി തരുമാറാകട്ടെ. നമ്മുടെ ആത്മാവിലേക്ക് അല്ലാഹു ഇഖ്ലാസ് അനുഗ്രഹിച്ച് തരുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം മാസം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ദുആയുടെ വാക്കുകൾ സംബന്ധിക്കുകയാണ്. മറ്റ് ദുആ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.